ഇന്ത്യൻ മാർക്കറ്റില് ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്, ETF, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരായിരിക്കും നമ്മൾ ഭൂരിഭാഗം പേരും. എന്നാൽ പലരും മറന്നു പോകുന്നതും എന്നാൽ അത്ര ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്ക് പുറത്ത് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റിട്ടേണിലുള്ള അപ്രിസിയേഷൻ തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ നമുക്ക് പല ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ മാർക്കറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാവരുടെയും മദർ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ നിന്നുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റുകളിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതുവഴി നമുക്കുള്ള നേട്ടം എന്താണ്? ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന കമ്പനികളിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒതുങ്ങിപ്പോകുന്നത്. എന്നാൽ അമേരിക്കൻ മാർക്കറ്റിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ ലീഡിംഗ് കമ്പനി ആയിട്ടുള്ള ഗൂഗിൾ ആൽഫബറ്റ്സ്, അതേപോലെ ടെസ്ല, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇതുപോലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനികളിൽ, ലോകത്തിന്റെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള കമ്പനികളിൽ നമുക്ക് ഭാഗവാക്കാകാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിലൂടെ ആ കമ്പനിയുടെ വളർച്ചക്കൊപ്പം നമുക്ക് റിട്ടേൺ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയിലുള്ള ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ പലരുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ മിക്ക സമയങ്ങളിലും കാണാറില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു വിത്തിൻ ദ ബോക്സ് ചിന്തിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴും പുറത്തോട്ടും ഒന്ന് വൈഡായിട്ട് ഒന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്ലോബൽ എക്സ്പോഷർ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ടുവരാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ടും നമുക്കൊരു ഗ്ലോബൽ എക്സ്പോഷർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ ഓവറോൾ റിട്ടേൺ നമുക്ക് വളരെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അമേരിക്കൻ മാർക്കറ്റ് നമുക്ക് കൂടുതൽ റിട്ടേൺ തരുന്നത്? പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ മാർക്കറ്റ് തരുന്നതിനോടൊപ്പം താരതമ്യേന ഈക്വൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ അമേരിക്കൻ മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് US ഡോളർ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, അതായത് US ഡോളർ സ്ട്രെങ്തൻ പ്രാപിക്കുന്നു, ഇന്ത്യൻ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വീക്കായി പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു രണ്ട് ഫാക്ടേഴ്സ് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ഇന്ത്യൻ മാർക്കറ്റിനേക്കാളും അമേരിക്കൻ മാർക്കറ്റ് കഴിഞ്ഞ 5 വർഷം അധിക റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡാറ്റ സഹിതം നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ആവശ്യമായ മുഴുവൻ ഡീറ്റെയിൽസും കഴിവിന്റെ പരമാവധി ഏറ്റവും സിമ്പിൾ ആക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. US ഡോളറിന് INR-ലോട്ട് 5 വർഷത്തിൽ വന്ന മാറ്റമാണ് നമ്മൾ ഈ ടേബിളിൽ ഈ ഗ്രാഫിൽ കാണുന്നത്. ശ്രദ്ധിക്കണം, 2020 മുതൽ 2025 വരെയുള്ള 5 വർഷ കാലയളവില് ഒരു ഡോളറിന് 2020 72.2 രൂപ ഉണ്ടായിരുന്ന ഡോളർ ഇന്ന് നിൽക്കുന്നത് 86.3 ആണ്. അതായത് ഇത്രയും കാലയളവിനടക്ക് 5 വർഷത്തിനടക്ക് ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 16%. അപ്രോക്സിമേറ്റിലാണ് ഞാൻ പറയുന്നത് 16%. ഇത് ഒരു വർഷത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 3.6% ഡോളർ ഇന്ത്യൻ റുപ്പിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൂടി വരുന്നത് എന്നർത്ഥം. അതായത് ഡോളർ എന്ന് പറയുന്ന കറൻസി ശക്തി പ്രാപിക്കുകയും ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന കറൻസി ശക്തി ഇല്ലാതാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറയും. ഈ ഗ്രാഫിൽ കാണിക്കുന്നത് ഡോളറിന്റെ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അതായത് 2020 ഏകദേശം 72 രൂപ നിരക്കിലുണ്ടായിരുന്ന ഡോളർ കയറി ഇറങ്ങി ഒരു ഗ്രാഫ് പോലെ മുകളിലോട്ട് ആ ഡോളർ കുതിച്ചുപോയി ഇന്ന് ഏകദേശം 86.3 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. അതായത് ഒരു വർഷം ഡോളർ സൂക്ഷിച്ച് ഒരു വർഷം കഴിഞ്ഞ് ആ ഡോളർ വിൽക്കുമ്പോൾ നമുക്ക് 3.6% ആ ഡോളറിന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു മോശമായ ഫിഗർ അല്ല. ഇന്ന് നമ്മൾ നോർമൽ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഡെപ്പോസിറ്റ് ഇട്ടാൽ പോലും നമുക്ക് കിട്ടുന്നത് 3.5%. അതേ ഡെപ്പോസിറ്റ് റേറ്റിൽ അതിന് നമ്മൾ TDS-ഉം ടാക്സും എല്ലാം നമ്മൾ കൊടുക്കണം. ഈ കേസിൽ നമ്മൾ ആ ഡോളർ വാങ്ങി സൂക്ഷിച്ച് അതിന്റെ അപ്രിസിയേഷൻ എന്ന് പറയുന്നത് സേവിങ്സ് ബാങ്കിൽ കിട്ടുന്ന അതേ അപ്രിസിയേഷൻ ഈക്വൽ ആണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ 3.5%-നടുത്താണ്
ഡോളറിന്റെ ശക്തി പ്രാപിച്ചത് എന്ന് ചുരുക്കം. ഗ്രാഫുകളും ഇതിലെ മാത്തമാറ്റിക്കൽ നമ്പറുകളും കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് കൂടുതൽ ലാഭം അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺ നേടിയെടുക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കുക. നിഫ്റ്റി 100 എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ലാർജ് ക്യാപ് ഇൻഡെക്സ് ആണ്. അതായത് മാർക്കറ്റ് ക്യാപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഇന്ത്യയിലുള്ള 100 കമ്പനികൾ. S&P 500 എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ലാർജ് ക്യാപ് ഇൻഡെക്സ് ആണ്. അപ്പൊ ഇവിടുത്തെ ലാർജ് ക്യാപ് ഇൻഡെക്സും അവിടുത്തെ ലാർജ് ക്യാപ് ഇൻഡെക്സും തമ്മിൽ നമ്മളൊരു കമ്പാരിസൺ ചെയ്യുന്നു എന്ന് മാത്രം. നിഫ്റ്റി 100 ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഓരോ വർഷവും തന്നിട്ടുള്ള റിട്ടേൺ ആണ് ഈ ഗ്രാഫിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇതിലെ ഈ ഗ്രാഫിന്റെ ബാർ ചാർട്ടിന്റെ ബാർ വലുതാവുന്നതനുസരിച്ച് റിട്ടേണും കൂടുന്നു. 2021 ഒരു എക്സാമ്പിൾ പറഞ്ഞ 27.3% റിട്ടേണും 2022 ഇന്ത്യൻ മാർക്കറ്റിൽ -4.3% റിട്ടേൺ ഉണ്ട്. ഇതേപോലെ ഓരോ വർഷം നമുക്ക് റിട്ടേൺ കിട്ടുന്നു. ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യുന്നു. അതായത് 2020 ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ്പൗണ്ടിങ് റിട്ടേൺ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോ 2025 അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2,20,000 രൂപയാണെന്ന് ചുരുക്കം. ഇനി ഇതേപോലെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഞാൻ അമേരിക്കൻ ഡോളറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡോളറിൽ തന്നെ ഞാൻ വിഡ്രോ ചെയ്യുന്നു. S&P 500 എന്ന് പറയുന്ന അമേരിക്കൻ ഇൻഡെക്സ്, ലാർജ് ക്യാപ് ഇൻഡെക്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അമേരിക്കൻ ലാർജ് ക്യാപ് ഇൻഡെക്സ് ഓരോ വർഷം കൊടുത്തിട്ടുള്ള റിട്ടേണിന്റെ ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിലെന്ത് സംഭവിക്കുന്നു? 1 ലക്ഷം INR 1 ലക്ഷം ഞാൻ നമ്മുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇതിന് ഡോളറിൽ നമുക്ക് കണക്കാക്കാം. അപ്പൊ 1 ലക്ഷത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോളർ എന്ന് ചുരുക്കം. അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓരോ വർഷത്തെ റിട്ടേൺ നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2,13,000 രൂപ എന്ന് കിട്ടും. അതായത് നമ്മൾ ഒറ്റയടിക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2,20,000 ഇന്ത്യൻ മാർക്കറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കൻ മാർക്കറ്റ് US ഡോളറിലിട്ട് US ഡോളർ തന്നെ വിഡ്രോ ചെയ്യണമെങ്കിൽ 2,13,000. അതായത് 7,000 രൂപയുടെ നഷ്ടം ഇവിടെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇതല്ല ഇതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് US ഡോളറിന്റെ സ്ട്രെങ്ത്തും കൂടി നമ്മൾ പരിഗണിക്കണം. പക്ഷെ ഇതേ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് തോന്നും. പക്ഷെ ഇത് നഷ്ടമല്ല, വലിയ ലാഭത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നഷ്ടം എന്ന് പറയുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് നഷ്ടമാണെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കാൻ വരട്ടെ. നമുക്കറിയാം, നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു, അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുകയും ഇന്ത്യൻ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുകയുമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞു വരികയാണ്. അമേരിക്കൻ ഡോളർ എത്ര ശതമാനമാണ് ഒരു വർഷം കയറുന്നത്? നമ്മൾ പറഞ്ഞു 3.6%, 3.6% കൂടുന്നത്. ആ കണക്ക് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ആ കണക്കും കൂടി ഇതിന്റെ അടുത്തോട്ട് നമ്മൾ കൂട്ടണം. അതായത് S&P 500 എന്ന് പറയുന്ന അമേരിക്കൻ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് S&P 500 നമുക്കൊരു റിട്ടേൺ തരും. അതിനോടുകൂടെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ റുപ്പിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡോളർ നമുക്ക് എന്ത് തരും? $1 ഒരു വർഷത്തെ ആനുവൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 3.6% റിട്ടേൺ തരും. അതായത് S&P 500 തരുന്ന റിട്ടേണിന്റെ കൂടെ എക്സ്ട്രാ നമുക്കൊരു 3.6% കൂടി കൂടുതൽ കിട്ടും. ആ 3.6% കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 2020 എത്ര റിട്ടേൺ കിട്ടും? ഡോളറിന്റെ അപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2021, 2022, 23, 24, 25 ഈ ഡോളർ അപ്രിസിയേഷൻ കൂടി നമ്മൾ കണക്കാക്കുന്ന സമയത്ത്, അതായത് S&P 500 കൊടുത്ത റിട്ടേൺ പ്ലസ് 3.6% കൂട്ടുന്ന സമയത്ത് 2020 1 ലക്ഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എങ്കിൽ ഇപ്പോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് എഫക്ട്സോടെ കൂട്ടി വരുന്ന സമയത്ത് 2,63,000 ആയിരിക്കും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇന്ത്യൻ മാർക്കറ്റ് കൊടുത്തത് 2,20,000 റിട്ടേൺ. പക്ഷെ നമുക്ക് ഡോളറിന്റെ സ്ട്രെങ്ത്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 2,63,000. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നിക്ഷേപിക്കുന്ന ഒരാൾക്ക് 1 ലക്ഷത്തിന് 5 വർഷത്തിൽ കിട്ടിയ ലാഭം എന്ന് പറയുന്നത്, എക്സ്ട്രാ ലാഭമാണ് ഞാൻ പറയുന്നത്, എക്സ്ട്രാ ലാഭം, എക്സ്ട്രാ പ്രോഫിറ്റ് അല്ലെങ്കിൽ എക്സ്ട്രാ റിട്ടേൺ എന്ന് പറയുന്നത്
43,000 ആണ്. 43,000 രൂപയുണ്ട്. അത് 1 ലക്ഷത്തിനാണ്. നിങ്ങൾ ആലോചിക്കണം. ഇത് 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഇതിനേക്കാൾ എത്രയോ മടങ്ങ് അധികമായിരിക്കും. അതാണ് അമേരിക്കൻ മാർക്കറ്റിന്റെ പവർ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ ഡാറ്റാസ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കഴിഞ്ഞ 5 വർഷം നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത്. അതായത് 1 ലക്ഷം രൂപയെ 2,20,000 2,63,000 ആക്കി അത് മാറ്റി. അതായത് 2,20,000 ഇന്ത്യൻ മാർക്കറ്റും 2,63,000 US മാർക്കറ്റും ആക്കി മാറ്റിയ സമയത്ത് 43,000 രൂപയുടെ ഡിഫറൻസ് 5 വർഷത്തിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റിന് കൊണ്ടുവരാൻ സാധിച്ചു. ഇത് നമുക്ക് പറഞ്ഞു തരുന്ന പാഠം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്ത്യൻ റുപ്പിയിൽ വരുന്ന തകർച്ച. ഇന്ത്യൻ റുപ്പിയിൽ US ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള യൂറോ ടു INR റേറ്റ് ഏകദേശം 100 രൂപക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് US ഡോളർ ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ദിർഹം GCC കൺട്രിയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള മിക്ക കറൻസികളും സ്ട്രെങ്തൻ പ്രാപിക്കുന്നതും ഇന്ത്യൻ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതും ഒരു പ്രധാന കാരണമാണ് നമ്മൾ ഫോറിൻ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് അപ്പറ്റൈറ്റ് മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ടുള്ള അസറ്റ് അലോക്കേഷൻ ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു ഭാഗം നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനും കൂടി മാറ്റിവെക്കണം എന്ന് ചുരുക്കം. അതായത് വിത്തിൻ ദ ബോക്സ് ചിന്തിക്കാതെ നമ്മൾ കുറച്ച് വൈഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കാം. മാക്രോ ലെവലിൽ കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമാണ് നമുക്ക് ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ഇന്ത്യയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ പുറത്തുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഓവറോൾ റിട്ടേൺ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. ഒരിക്കലും ഒരു കൺട്രിയിൽ നമ്മൾ ഓവർ എക്സ്പോഷർ കൊടുക്കാൻ പാടില്ല. എന്നാൽ അതേസമയം പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് അപ്പറ്റൈറ്റ് മനസ്സിലാക്കി റിസ്ക് അസസ്മെന്റ് നടത്തി പ്രോപ്പർ ആയിട്ടുള്ള അസറ്റ് അലോക്കേഷൻ കൊടുക്കുന്നതിലൂടെയാണ് ഒരു കംപ്ലീറ്റ് പോർട്ട്ഫോളിയോയിൽ നല്ല റിട്ടേൺ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. സോ ഇതുവഴി അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മാർക്കറ്റായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സോ ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് കുറെ പുതിയ കാര്യങ്ങൾ ഇൻഫർമേഷൻ അറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്രത്തോളം നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം കമന്റിൽ ചേർക്കുക. നമുക്ക് വരും ദിവസങ്ങളിൽ മറ്റ് ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.